guys, welcome back to my YouTube channel. This is me, Therese Maria, signing. So, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പപ്സ് ആണ്, egg puffs. This is an insult to anyone who cares about cooking. എങ്ങനെയാണെന്നൊന്നും അറിയില്ല, ബട്ട് എൻ്റെ ഫസ്റ്റ് ട്രൈ ആണ്. സോ ലെറ്റ്സ് ഗോ. Okay. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പം എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. അപ്പം നമുക്കൊരു പാത്രത്തിനകത്ത് കുറച്ച് മൈദ എടുക്കാം. ഞാനാണെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനത്തെ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. ഒരു വർഷമായിട്ട് വലിയതായിട്ട് അങ്ങനെ വലിയ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. കേക്കൊക്കെ ഉണ്ടാക്കുമായിരുന്നു, കേക്കും അങ്ങനത്തെ ഡെസേർട്ട്സൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അപ്പം ഇങ്ങനത്തെ പപ്സും അതുപോലത്തെ സംഭവമൊക്കെ ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ്. പപ്സ് ഇതുവരെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടൊരു പപ്സ് ഉണ്ടാക്കുന്നു. ഇനിയും കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ ഉണ്ടാക്കും, വീഡിയോ ഇടും, നിങ്ങളെല്ലാവരും കാണുക. ഓക്കെ, ഞാൻ മൈദയ്ക്കകത്തോട്ട് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി അത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല കുഴയണ്ട, ചപ്പാത്തിയുടെ അത്ര വേണ്ട, കുറച്ചും കൂടെ മയത്തിലുള്ള രൂപത്തിൽ ഇങ്ങനെ എടുക്കുക. ഇതുണ്ടോ കാണുന്നത്, ഇങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ അമങ്ങി പോകുന്ന പോലത്തെ ഒരു കൺസിസ്റ്റൻസി അത്രേ ആക്കുക. സൺഫ്ലവർ ഓയിൽ എടുക്കുക, ഒരു പാത്രത്തിനകത്ത് വെക്കുക. എന്നിട്ട് സൺഫ്ലവർ ഒഴിച്ചിട്ട് നമുക്കിത് നീളത്തിലാക്കിയിട്ട് എനിക്കിപ്പോൾ 2 മുട്ടയാണ് എടുക്കുന്നത്, അപ്പം 4 വേണ്ടി ഉണ്ടാക്കാം. ഓക്കെ ഓക്കെ, നമ്മൾ ഇതൊന്ന് വലുതാക്കുക. സൺഫ്ലവർ എടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ കഷ്ണം കഴിയും. ഇവിടെ 4 കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഓരോ കഷ്ണം കഴിച്ച് ഇങ്ങനെ പരത്തിയിട്ട് ഓക്കെ. അപ്പം നമ്മുടെ ആദ്യത്തെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. Nice. ആദ്യത്തെ പ്രോസസ്സ് നമ്മളിത് 4 എണ്ണയ്ക്കകത്ത് മുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമുക്കിത് ഒരു അടപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് മൂടി വെക്കാം. ഒരു 20 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് ഇതിനു വേണ്ടിയുള്ള മസാല ഉണ്ടാക്കാം. ഓക്കെ, ഓക്കെ. ഇപ്പോൾ നമ്മൾ ഈ പാനിലോട്ട് അതിൻ്റെ മസാല റെഡിയാക്കാൻ പോവാണ്. 2 ടേബിൾ സ്പൂണ് ഈ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. ഓക്കെ, ഇനി അത് ചൂടായി വരുമ്പോഴത്തേക്കിനും നമുക്ക് ഈ സവോള ഞാൻ ഈ അരിഞ്ഞ് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. ഓക്കെ, സ്പൂണല്ല തവി എടുത്തിട്ടുണ്ട്. നമുക്ക് തവി എടുത്തിട്ട് എണ്ണ ചൂടാകുമ്പോഴത്തേക്കിനും ഈ സവോള അരിഞ്ഞ് വെച്ചിരിക്കുന്നുണ്ടല്ലോ അതിട്ട് കൊടുക്കാം. ഇപ്പോഴത്തെ ഞാൻ ഒരു പാത്രത്തിനകത്ത് വെള്ളം നിറച്ചിട്ട് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അവിടെ 2 മുട്ടയ്ക്കുള്ള പപ്സാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇട്ട് കൊടുക്കാം. ഓക്കെ, സബോള ഇട്ട് കൊടുക്കും. സബോള. One eternity later. സബോള. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാവേ. ഇത് ഞാൻ നമ്മൾ കുറച്ച് ഉണ്ടാക്കുള്ളൂ കേട്ടോ, ഇച്ചിരി പറയാനുള്ളതേ ഉള്ളൂ. ഇഞ്ചി പേസ്റ്റ് ഈ സവോള ഒരു ബ്രൗൺ കളറാകത്തില്ലേ, അതുവരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാവേ. ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പം ഇളക്കുന്നത് തിരക്കിലായതുകൊണ്ടാണ് കാണിക്കാം. നമുക്ക് ഇവിടെ 2 കരിവേപ്പില ഇട്ടിട്ടുണ്ട്. 2 ഓർക്കുന്നില്ല ഇത് എന്നാണോ പറയണേ. 2 ഇല കരിവേപ്പില ഇട്ടിട്ടുണ്ട്. ബ്രൗൺ കളറാണെന്ന് വരുന്നത് ഇറക്കി കൊടുക്കാം. അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നിങ്ങൾക്ക് ആർക്കെങ്കിലും മുളക് ഇടണം എന്ന അത്യാവശ്യമാണെങ്കിൽ മുളക് ഇടുക. എനിക്കിവിടെ മുളക് വേണ്ടപ്പോൾ ഞാൻ ഇടുന്നില്ല. മുളക് അലർജിയാണ് മുളകിനോട്, അതുകൊണ്ട് ഞാൻ ഇടത്തില്ല. അത് ഏത് സഞ്ചാരത്തിലും ഇടത്തില്ല ഞാൻ. അങ്ങനത്തെ ഒരു രീതിയാണ്. നമുക്കിതൊരു ബ്രൗൺ കളറാണെന്ന് വരെ ഇളക്കി കൊടുക്കാം. ഓക്കെ, പിന്നെ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടത് കരിഞ്ഞു പോകരുത്. ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഫുൾ കോൺഫിഡൻസോടു കൂടിയാണ് ഉണ്ടാക്കുന്നത്. എക്സ്പീരിയൻസ് ഇല്ല, പക്ഷെ കോൺഫിഡൻസ് ഉണ്ട്.
ചെറുതായിട്ടാവുന്നത്. ഇവിടെ തീ ഹൈയുടെ കുറച്ച് അടുത്താണ് വെച്ചിരിക്കുന്നത്. അവിടെ പെട്ടെന്നാവുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇത് എനിക്ക് ചെയ്ത് കഴിയുമ്പോൾ പള്ളിയിൽ പോകണം. ആവുന്നുണ്ട് ഗൈസ്. ഒരു ഗോൾഡൻ കളറായി തുടങ്ങുന്നുണ്ട്. ഈ കൂട്ടി വെച്ചുകൊണ്ടായിരിക്കും, പക്ഷെ കരിഞ്ഞു പോകാൻ പാടില്ല, കാരണം പെട്ടെന്ന് കരിയും. ഓക്കെ, 1 hour later. ആദ്യം നമുക്ക് മുളക് പൊടി ഇടാവേ. തീ ഏറ്റവും കുറച്ച് ഇതാണ് ഞാനിവിടെ ഇടുന്നത്. ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി. ഓക്കെ, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഒത്തിരി ചുവ വരും, അതുകൊണ്ട് ഒത്തിരി ഇടുന്നത്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇവിടെ ആയിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഗരം മസാലയുടെ ചുവയായിരിക്കും ഇതാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഏതോ സാധനം ഉണ്ടാക്കിയിട്ട് ഈ ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസം ഒക്കെ ഉണ്ടാക്കിയായിരുന്നു. അതിനകത്ത് ഉണ്ടാക്കിയപ്പം ഗരം മസാല ഇച്ചിരി കൂടി പോയി തോന്നുന്നു. അതിനും ഗരം മസാലയുടെ ചുവയായിരുന്നു. ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഓക്കെ, നമുക്കിത് നന്നായിട്ട് കൊടുക്കാം. തിളയ്ക്കുന്നുണ്ട്. നിർത്താറായ സമയം നോക്കില്ല, കേൾക്കുമ്പോൾ ആയോ മുട്ടാതിരുന്നാൽ മതിയായിരുന്നു. മുട്ട. ഓക്കെ, കുറച്ച് നേരം ഇതിങ്ങനെ വറുക്കാവേ. യെസ്, നമ്മുടെ സാധനം ഇവിടെ ഈ ഒരു കളറായിട്ടുണ്ട്. ഉള്ള മസാല എല്ലാം കൂടി ഇട്ടപ്പോഴത്തേക്കിനും ഈ ഒരു കളറായിട്ടുണ്ട്. യെസ്, ഓക്കെ യെസ്, നമ്മുടെ സംഭവം ഇവിടെ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഏറ്റവും ചെറിയ തീയിട്ടിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ വേവിക്കാം. ഒരു 2 മിനിറ്റ്, അതിൽ കൂടുതലാവണ്ട. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ സവോളയൊക്കെ കിട്ടും. 2 മിനിറ്റ് ആയി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇത് വഴിയോ? നമുക്കിത് നോക്കാമേ. കരിയാൻ വേണ്ട നമ്മൾ ഓഫാക്കിയിട്ട് ഇനി നമുക്ക് അടുത്ത പരിപാടിയിൽ പോകാം. നമ്മൾ നേരത്തെ എണ്ണയ്ക്കകത്ത് മുക്കിച്ച സാധനം ഉണ്ട്, അത് നമ്മൾ ഇനി പരത്തി പപ്സിൻ്റെ രൂപത്തിലാക്കണം. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. സോ ഗൈസ്, ഞാനിവിടെ പരത്തി എല്ലാം റെഡിയാക്കി വെച്ചേക്കുവാണ്. എനിക്ക് മറ്റേ പരത്തുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല, പക്ഷേ ഞാനിതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ 4 എണ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ, കാരണം ഇതെൻ്റെ ഒരു തുടക്കമായതുകൊണ്ട് കുഴപ്പമില്ലാതെ ഇത് വന്നു. ഇനി നമുക്ക് റെഡിയാക്കാൻ വെക്കാം. ഓക്കെ, ഇനി നമുക്ക് റെഡിയാകാൻ വേണ്ടി വെക്കാം. ഓവനകത്ത് ഞാനിവിടെ ഒരു 210 ഡിഗ്രി വെച്ചിട്ടാണ് വെക്കുന്നത്. ഒരു 30-40 മിനിറ്റ്സ് അത്രയും, പക്ഷേ ചിലത് അത്രയും കൊണ്ടൊന്നും ആവത്തില്ല. സോ നമുക്ക് റെഡിയാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഞാനിത് കുറച്ച് കഴിച്ചു. നമ്മുടെ സംഭവം എല്ലാം എടുത്ത് റെഡിയായി. നമുക്ക് വന്നതിനൊന്നും എടുക്കാൻ പറ്റിയില്ല, ബട്ട് സാധാരണ പോലെ ചെയ്തിട്ട് എടുക്കുക, ചൂടാറുക, കഴിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിത് കുറച്ച് കഴിച്ചു. എനിക്ക് തോന്നിയത് ഇച്ചിരി കട്ടിയായിപ്പോയി കേട്ടോ. ഇതുണ്ടോ, ഇച്ചിരി കട്ടിയായിപ്പോയി. പിന്നെ ഇത് എനിക്കൊന്ന് സവോള ഇച്ചിരി കയ്പുണ്ട്, കാരണം എനിക്ക് തോന്നുന്നു കുറച്ച് കരിഞ്ഞു പോയോ എന്നൊരു സംശയം. കാരണം കയ്പ് കരിഞ്ഞു പോകണമല്ലോ. അപ്പം ഒത്തിരി ഇല്ല, ബട്ട് ഇച്ചിരി കരിഞ്ഞു പോയതുപോലുണ്ട്. ബട്ട് ആദ്യത്തെ ശ്രമമാണ് ഗൈസ്. പിന്നെ ഓഫ് കോഴ്സ് എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ പറ്റാമല്ലോ, അപ്പോൾ അത് ക്ഷമിച്ചു വിടുക. പറഞ്ഞ റെസിപ്പി എല്ലാം കറക്റ്റാണ്, ബട്ട് ചെയ്തെടുത്ത പ്രോസസ്സിങ് എന്തോ തെറ്റുണ്ട്. ഞാൻ പ്രഗത്ഭയൊന്നുമല്ല, ബട്ട് ഫസ്റ്റ് ടൈമാണ്. പക്ഷേ ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല. സോ ട്രൈ ചെയ്യുക, എന്നിട്ട് അറിയിക്കാം നിങ്ങളെങ്ങനെ ഉണ്ടാക്കിയെന്ന് അറിയിക്കാം. ഓക്കെ, സോ ദിസ് ഈസ് മീ തെരേസ് മാരിയ സൈനിങ് ഓഫ്.